ഒന്നും കേസ് കൊടുക്കുമ്പോൾ ഫലപ്പെടാൻ വേണ്ടി അവര് കൊടുക്കാൻ ഓപ്പറേഷൻ കൊടുത്തിട്ട് ഈ കേസ് നമുക്ക് കിട്ടില്ല, നമ്മളെ കിട്ടില്ല. നമുക്ക് കാര്യങ്ങളിൽ കോടതി പറഞ്ഞാൽ പ്രശ്നം ചെയ്യുന്നത്. നമ്മുടെ പൂക്കുട്ടിയുടെ വോയിസാ കേട്ടോ. വല്ല മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് സായിച്ചേട്ടന്റെ വീഡിയോ അങ്ങോട്ട് വെച്ച് തരാം. നമ്മൾ ഇവരുടെ വിവിധ കഥയൊന്നും അല്ല ഇവിടെ മെയിനായിട്ട് സംസാരിക്കാൻ വന്നേ. മെയിനായിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം തൊലച്ച ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. അത് ഈ സജന ഫിറോസ്, അറിയാലോ, അത് വന്നപ്പോഴാണല്ലോ ഈ ഒരു സംഭവം കൂടെ കുത്തിപ്പൊങ്ങിയത്. ഈ സംഭവം എന്താന്ന് വെച്ചാൽ ഒരു അമ്മച്ചി പുതിയൊരു കാർ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ BMW കാർ. ആ കാർ എടുത്തപ്പം ഒരു പയ്യന് കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുക്കാതെ ഇങ്ങനെ വട്ടം കറപ്പിച്ച് അവസാനം ആ വണ്ടി എടുത്തുകൊണ്ട് അവനങ്ങ് പോയി. ആ വണ്ടി എടുത്തുകൊണ്ട് പോയി 2 ദിവസം കഴിഞ്ഞാൽ ചേച്ചി അറിഞ്ഞത്. എന്നിട്ട് ചേച്ചിയും പൂക്കുറ്റിയും കൂടെ എന്തെടുത്ത് അതിനകത്ത് കൊണ്ട് കേസും കൊടുത്ത് 6 പവന്റെ സ്വർണ്ണം ഉണ്ടെന്നും പറഞ്ഞിട്ട് അതും കൂടെ ഉൾപ്പെടെയാണ് അവൻ കൊണ്ടുപോയെന്നും പറഞ്ഞിട്ട് 8 ദിവസം മലപ്പുറംകാരൻ ചെറുക്കനെടുത്ത് പോലീസുകാർ തൂക്കി. 8 ദിവസം അവൻ ജയിലിൽ കിടന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവിടെയൊക്കെ ഓരോ മൈൻഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സഭ്യ ലൈക്ക് അടിച്ച് നമുക്ക് വീഡിയോ കാണാം. ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. ഓക്കെ, എന്തായാലും നമുക്ക് സായി ചേട്ടൻ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അതൊന്ന് കാണുക. എന്തായാലും എൻ്റെ ഫിറോസിക്ക നിങ്ങൾ രക്ഷപ്പെട്ട് ഉള്ള പറയണം. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഫിറോസിന്റെ കൂടെ നിൽക്കണം. ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഞാൻ ആദ്യത്തെ വീഡിയോയില ഇത് ചെയ്തപ്പം 2 പേരുടെ ഭാഗത്തെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഫിറോസ് നേരത്തെ ഒരാളെ നേരത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, തൃശ്ശൂരുകാരിയായിരുന്നു. അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സജനയും ഒരു കല്യാണം കഴിച്ച് അവിടെ നിന്ന് ചാടി ഇയാടെ കൂടെ വന്ന് അവസാനം ബിഗ് ബോസിലെത്തി. എന്തൊക്കെയാണ് ഒരു 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 വല്ലാത്ത കഥയാണ് ഇത് പറഞ്ഞു വരുവാണെങ്കിൽ. ഓക്കെ, അതായത് നമുക്ക് സജന ചേച്ചിയുടെ ഇപ്പോഴത്തെ ഒരു കള്ളത്തരത്തിനെ കുറിച്ച് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അപ്പോൾ ഈ സായി ചേട്ടനെ കുറെ ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു, സെറ്റിൽമെന്റ് എന്ന് പറയുന്നുണ്ട്, അത് ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു സെറ്റിൽമെന്റ് ഇല്ല, സ്വന്തം നാട്ടുകാർക്ക് വേണ്ടി അയാൾ ഇപ്പോഴും നിൽക്കുന്നത്. കാരണം അയാളുടെ നാട്ടുകാരനാണ്, മലപ്പുറംകാരൻ ചെറുക്കനാണ്. പറഞ്ഞ് മനസ്സിലായോ? പൂക്കുറ്റിക്കോ ഓസ്കാറോ കാര്യങ്ങളോ പലതും കിട്ടുമായിരിക്കും, എന്തോ ആയിരിക്കാം, ചിലപ്പോൾ പൂത്ത പൈസയും കാണുമായിരിക്കും, എന്തോ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സത്യസന്ധത ആരാണോ ചെയ്യുന്നത് അവരുടെ കൂടെ ആൾക്കാർ നിൽക്കത്തുള്ളൂ. പൂക്കുറ്റിയുടെ പണം ഉണ്ടെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. പൂക്കുറ്റി പല ആൾക്കാരെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, ഈ സജന തന്നെയാണ് ഈ ലൈവിൽ വന്നിട്ട് ഇമ്മാതിരി കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്തത്. 4 വർഷത്തെ റിലേഷൻഷിപ്പ്, പ്രഗ്നന്റ് ആണ്, അങ്ങനെയാണെന്നൊക്കെ ലൈവിൽ പറഞ്ഞിട്ട് അവരെ ലൈവ് മുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ് ആയിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പം ഇന്ന കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഈ പറയുന്ന ഫിറോസ് വിട്ടുമാറാനുള്ള കാര്യങ്ങൾ. അയാളിപ്പം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കർമ്മയെ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന്, ഇടയ്ക്കൊരു വിശ്വാസമില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഓക്കെ, എന്തായാലും എന്ന് വെച്ചാൽ അയാൾ അത്ര നല്ല പുണ്യാളനാണെന്ന് ഞാൻ പറയുന്നില്ല. പഴയ കേസ് കേട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് കിട്ടിയ ഒരു കർമ്മയാണ്, അത് വേറെ കാര്യങ്ങൾ. അയാൾക്ക് കിട്ടിയൊരു കർമ്മയാണ്. ഓക്കെ, എന്തായാലും അയാളുടെ ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റോറി വെച്ച് നോക്കുമ്പോൾ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഇനി പൂക്കുറ്റിയെ വിളിപ്പിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. വെയിറ്റ് ആൻഡ് സീ. ഇനി ആരെങ്കിലും 2 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറയാൻ പറ്റത്തില്ല. എന്തായാലും സായി ചേട്ടൻ പറയുന്നത് കേക്ക്. ഹായ്, ഹലോ എവ്രിവൺ. സജന ആൻഡ് ഫിറോസ് വിഷയം പ്ലസ് കുട്ടി ഫയൽസ്. സംഗതി ഞാൻ ആ ലാസ്റ്റ് വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് രാവിലെ മുതൽ അതിന്റെ നെക്സ്റ്റ് ഡേ, ആ വീഡിയോ ചെയ്ത നെക്സ്റ്റ് ഡേ രാവിലെ മുതൽ ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് സിനിമാ ഫീൽഡിലുള്ളവരും പിന്നെ കുറച്ച് പ്രൊമോഷന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. എന്നെ പേഴ്സണലി അറിയാവുന്നവരും ഞാൻ നല്ല ബന്ധത്തിലുള്ള ആൾക്കാരും, ഐ റെസ്പെക്ട് ഈച്ച് ആൻഡ് എവ്രി വൺ. അവരെന്നെ വിളിച്ചു, വളരെ മാന്യമായിട്ട് എന്നോട് പറഞ്ഞു, സായി ഇങ്ങനെ കുട്ടിയുടെ ഭാഗത്തുനിന്ന് കുറച്ച് കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു, ഇത് സായിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്, ഇങ്ങനെ ഏത് രീതിയിലുള്ള സെറ്റിൽമെന്റ്സ് ഒക്കെ വേണമെങ്കിൽ നടത്താമെന്നൊക്കെയാണ് ഓഫേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പൂക്കുട്ടി നിനക്ക് എന്നെ മേടിക്കാൻ പറ്റില്ല. ഓക്കെ, എന്റെ നാട്ടില് ഒരുത്തന്റെ കണ്ണീരും ഒരുത്തന്റെ ജീവിതം തൊലഞ്ഞത് നിങ്ങൾ തൊലച്ചത്, അതാണ് എന്റെ വിഷയം. അല്ലാതെ സജിനിയും കുട്ടിയും തമ്മിൽ എന്ത് വേണേ അയക്കോ, ഐ ഡോണ്ട് കെയർ. ആളെ തൊട്ടിൽ കെട്ടി കുട്ടീനെ ആട്ടിയാലും എനിക്കതൊരു വിഷയമുള്ള കേസല്ല. ഓക്കെ, ഞാനായിട്ടൊന്നും അല്ല ഈ വിഷയം വന്ന് പുറത്തു പറഞ്ഞത്. സജിന ഒരു ഭ്രാന്ത് മൂത്തിട്ട് ഒരു ദിവസം രാത്രി ലൈവ് ഇട്ടത് നാട്ടുകാരിൽ അത്യാവശ്യം എല്ലാവരും കണ്ട വിഷയമാണ്. സ്റ്റോറി ഇട്ടത് നാട്ടുകാരെല്ലാവരും കണ്ട വിഷയമാണ്. ഓക്കെ, അതിലേക്കൊക്കെ നമുക്ക് വരാം. അപ്പൊ എന്റെ ബേസിക് സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നെ വിളിച്ചവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെന്താ റസൂൽ പൂക്കുട്ടി ഇങ്ങനെ വിളിച്ചവരുടെ സീനും ഉണ്ടോ? എന്തൊരു വിഷയം ഉണ്ടാ? ഇല്ലല്ലോ. എന്നോട് വിളിച്ച് വളരെ മാന്യമായിട്ട് ഞാനും സംസാരിക്കും, അയക്കും സംസാരിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ക്ലിയർ ആയിട്ട് പറയും, എന്റെ നാട്ടിൽ ആ ചെക്കന്റെ വിഷയം തീർത്തു കൊടുക്കണം. കള്ളക്കേസാണ്. ആ കള്ളക്കേസാന്ന് നിങ്ങൾ തന്നെ പറയുന്നതിന്റെ എന്നുള്ളത് ഞാൻ അയാളോട് നേരിട്ട് പറയും. അപ്പൊ നേരിട്ട് പറയാൻ വേണ്ടിയിട്ട് അയാൾ എന്നെ വിളിച്ചില്ല, കുഴപ്പമില്ല. നിങ്ങൾ ആരൊക്കെ കൊണ്ടാണോ എന്നെ വിളിപ്പിച്ച് അവരോടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിസ്റ്റർ പൂക്കുട്ടി, എന്റെ കയ്യിൽ നിങ്ങൾ തന്നെ ഒരു കേസ് കൊടുക്കുമ്പോൾ അതൊരു ബലത്തിന് വേണ്ടിയിട്ട് കാറ് കൊണ്ടുപോയി തെഫ്റ്റ് കേസ് കൊടുത്തപ്പോൾ കാറിനകത്ത് സ്വർണ്ണമുണ്ട് എന്നുള്ളൊരു ഫേക്ക് സാധനം കൂടി നിങ്ങൾ വെച്ചാ കൊടുത്തത്. അതിൽ ആ ചെക്കൻ ശരിക്കും വിട്ടുപോയി. അവനിനി നിങ്ങളുടെ ഈ 1 ലക്ഷത്തി ചില്ലറ രൂപ വേണ്ട. ഓക്കെ, കാർ അവൻ തിരിച്ച് കേസ് കഴിഞ്ഞെടുത്ത് നിങ്ങൾ അവൻ ഇട്ട് കൊടുത്ത പൈസ അവൻ തിരിച്ചു തരും. പക്ഷെ അവന്റെ മാനാഭിമാനം നിങ്ങൾ കളഞ്ഞു. അതിൽ നിങ്ങൾ കൃത്യമായിട്ട് പബ്ലിക്കിന് വേണ്ടി നിങ്ങൾ മുഖം കാണിക്കണമെന്നോ നിങ്ങളെ പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ മാന്യമായിട്ട് ഒരു വോയിസ് ഒന്നില്ലെങ്കിൽ അവരിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് അയച്ചു തരിക, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ കൊണ്ടാണോ എന്നെ വിളിപ്പിച്ച് അവർക്ക് അയച്ചു കൊടുക്കുക. അതൊരു ഫേക്ക് അലിഗേഷൻ ആയിരുന്നു.
കാർ എടുത്തുകൊണ്ട് അവൻ പോയിട്ടുണ്ട്, അതിന്റെ കേസ് അവൻ നടത്തിക്കോട്ടെ. അവന് കിട്ടാനുള്ള പൈസ കിട്ടാതായപ്പോ അവൻ കാർ അവൻ ഫ്ലാറ്റിൽ നിന്ന് എടുത്തു. ഓക്കെ, അതിന്റെ എന്ത് സൈഡാണോ നിയമപരമായിട്ട് അത് ചെയ്തോ. പക്ഷെ കാറിന് അത് സ്വർണം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കള്ളക്കേസ്, ഒരാളെ സ്വർണം കള്ളനാക്കിയ കള്ളക്കേസ്, അത് നിങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്ത് ഫേക്കായിട്ട് കേസ് ബലപ്പെടുത്താൻ വേണ്ടി കൊടുത്തതാന്നുള്ളത് അവനോടൊരു മാപ്പും പറഞ്ഞു. അത് പൊതുസമൂഹത്തിനെ അറിയിച്ച ഒരു വോയിസ് ഇട്ട് നിങ്ങൾ പൊയ്ക്കോന്നാണ് ഞാൻ വെച്ച ഡിമാൻഡ്. കണ്ടല്ലോ, പുള്ളി വെച്ച ഡിമാൻഡ് അതാണ്. അവൻ ആ കാർ അവന് കൊടുക്കാനുള്ള പൈസ കൊടുത്തായിരുന്നെങ്കിൽ അവൻ ആ കാർ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. അതും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സജിനെ അറിയുന്നത് പോലും. അപ്പൊ അവിടെയൊക്കെ ഉത്തരവാദിത്വം എന്താണ് നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് അതിനകത്ത് 6 പവന്റെ സ്വർണം നിങ്ങൾ ആലോചിക്കും. സ്വർണം ഇടിച്ചു കയറുന്ന സമയത്ത് 1 ഗ്രാം ഉണ്ടെങ്കിലും സൂക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ. ആണോ അല്ലയോ? ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവം എന്ന് വെച്ചാൽ സ്വർണം പാത്രം ആണ്. ഇവിടെ അത് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ആരായിരിക്കും മോള്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അത്രയ്ക്ക് കോടിക്കണക്കിന് പണം ചേച്ചിയുടെ ഇരിപ്പുണ്ടോ? അത്രയ്ക്ക് കോടിക്കണക്കിന് പണം ഈ സജിന എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉണ്ടോ? എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ പറയുന്ന ബിഗ് ബോസ് റോബിന്റെ സീസൺ 4ലാണ്. അപ്പൊ ഇവർ 3 കണ്ടുള്ള വ്യക്തികളാണ്. ഇവരെന്തെടുത്ത് ഇങ്ങനെ വണ്ടിയെ ട്രാവൽ ചെയ്തിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ പോയി എന്താ പറയുക കോണ്ടന്റ് എടുക്കുന്നു, ജനങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്ന ഒരു വ്യക്തി എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോഴായിരിക്കും അങ്ങനെ കോണ്ടന്റും കാര്യങ്ങളും എടുക്കുന്ന. അത്യാവശ്യം റീച്ച് ഉള്ള സമയമാണ്, നല്ല പൈസ യൂട്യൂബിൽ നിന്ന് കൂടെ. അപ്പൊ നമുക്ക് ഊഹിക്കാം അവരുടെ വരുമാനം എന്താ, നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ആ വ്യക്തി, ആ ഒരു സ്ത്രീ ഇപ്പൊ ഇത്രയും വലിയൊരു കാർ എടുക്കുവാണെങ്കിൽ ഇവരുടെ എന്തെങ്കിലും അത്ര പൈസ കാണുന്നത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര ഇതെല്ലാം അറിയുന്ന വരുന്നതെല്ലാം ഏറ്റവും കാര്യം വിവരമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനെ ബലിയാടാക്കിയിട്ട് ഒറ്റ കാര്യം കൊണ്ടാണ് ഇവിടെ മെയിനായിട്ട് ഇതെടുത്ത് സംസാരിക്കുന്നത്. ഇവിടെ ഫിറോസ് സജിന വിഷയം മാത്രമല്ല, സജിന ഏതൊരു ദ്രോഹം കൊണ്ടാണ്. എന്നിട്ട് ആ പയ്യന്റെ പേരിൽ കൊണ്ട് കേസും കൊടുത്ത് 8 ദിവസം പോലീസ് സ്റ്റേഷനിലിട്ട് നരയിപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഞാൻ ഇന്നറിയാൻ കഴിഞ്ഞത് കുറച്ച് മീഡിയ ഞാൻ അക്ബറിന്റെ കല്യാണത്തിന് പോയ സമയത്ത് എന്നോട് വന്നിട്ട് പറഞ്ഞു, അയ്യോ പൂക്കുട്ടീന്റെ വിഷയമാണെങ്കിൽ പറയണ്ട, ചാനൽ അടിച്ച് പോകും, ചാനൽ അടിച്ച് കളയുന്നൊക്കെ. പാവങ്ങൾ അവരെ എന്താ പറയാ കഞ്ഞിയിൽ നിങ്ങൾക്ക് പാറ്റണം. ഇന്നൊക്കെ നമ്മള് അടിച്ച് പൂട്ടിച്ചാലും വലിയ വിഷയമുള്ള കേസൊന്നുമില്ല. ഞാൻ ഇനി 10 ചാനലൊക്കെ തുടങ്ങി വരും, മനസ്സിലായോ? അങ്ങനെ തുടങ്ങിയതാണ്. ഞാനിപ്പോ ആരോടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നോ ലൈക്ക് ചെയ്യണമെന്നോ ഷെയർ ചെയ്യണമെന്നും പറഞ്ഞ് തുടങ്ങിയ പരിപാടിയൊന്നും അല്ലത്. ഓക്കെ, ഇതേപോലെ ഫോൺ ഓണാക്കി വെച്ച് സംസാരിച്ച് തുടങ്ങിയ വിഷയം. നാളെ ഇതേപോലെ ഫോൺ ഓണാക്കി വെച്ച് സംസാരിക്കും, അല്ലെങ്കിൽ പിന്നെ എന്നെ ഒന്നാമത് തീർത്ത് കളയേണ്ടി വരും. അതിനുള്ള പരിപാടിയൊന്നും ഒക്കൂല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ കയ്യിൽ വ്യക്തമായ കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ഇപ്പൊ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഓഡിയോ ഞാൻ പ്ലേ ചെയ്തതാണ്, നീക്കി വെക്കാം. ഇത് സ്വർണത്തിന്റെ കാര്യം. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ സജിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിനക്ക് എന്തറിയാം സ്വർണ്ണം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് സജിനന്റെ ഒരു കുറെ തെളിവുണ്ട് എന്നൊക്കെയാണ് സജിന പറഞ്ഞത്. ഈ സ്വർണ്ണം അതിനകത്ത് കാറിനകത്ത് ഇരിക്കുന്നുണ്ട് എന്നുള്ളതിന് സജിനന്റെ ഒരു തെളിവുണ്ട് എന്നുള്ളത്. സജിന പുറത്തു വിട്ടോ? എന്തോ എനിക്ക് പേഴ്സണലി എന്തൊക്കെ അയച്ചിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CCTV വിഷ്വൽസ് ആണെങ്കിൽ എനിക്ക് ഇതായിട്ട് നേരെ കിട്ടിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറെ കുറെ ഭീഷണികൾ ഉണ്ടായിരുന്നു. ഐ നെവർ മൈൻഡ്. ബിക്കോസ് ഇവിടെ ഒരാളുടെ കണ്ണീരും ഒരാളുടെ ജീവിതം ഇല്ലാതായതും അവന്റെ ജീവിതം തകർത്ത് വിട്ടതും ഞാൻ എന്റെ മുന്നിൽ ഇങ്ങനെ കണ്ടതാണ്, മനസ്സിലായോ? അയാളെ കണ്ണീര്. അപ്പൊ ഞാൻ അതിനു വേണ്ടി സംസാരിക്കും. അവിടെയാണ് ന്യായം എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് സജിനയുടെ ഒപ്പം നിൽക്കുന്നവർക്കും അറിയാം, റസൂലിന്റെ ഒപ്പം നിൽക്കുന്നവർക്കും അറിയാം ആ ചെക്കനെ എങ്ങനെയാണ് മാറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഓഡിയോ ഇനിയിപ്പോ പൂക്കുട്ടിയുടെ അല്ല എന്നുള്ള പൂക്കുട്ടി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വെച്ച സ്ക്രീൻഷോട്ടിന്റെ സൈഡിലേക്ക് നോക്കിയാൽ മതി. 34 മിനിറ്റ് 15 മിനിറ്റ് എന്ന് പറയുന്നത് നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു കാറിന്റെ പോർഷൻ മാത്രമേ എനിക്കത് മാത്രമേ താല്പര്യമുള്ളൂ. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങളും സജിനിയും തൊട്ടിൽ കെട്ടി കുട്ടീനാട്ടി എന്ത് കലാപരിപാടിയാണെങ്കിലും ചെയ്തു, അതൊന്നും എനിക്ക് വിഷയമുള്ള കേസല്ല. അതൊക്കെ മെച്ചുറായ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. അതിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാതെ അതിലൊന്നും ഞാൻ എതിരായിട്ടുള്ള ഒരു വ്യക്തിയൊന്നുമല്ല. അതൊക്കെ ഒരാളുടെ പേഴ്സണൽ മനുഷ്യൻ. ഓക്കെ, ഈ ഒരു വിഷയത്തിൽ തന്നെ ഒറ്റ ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. പേഴ്സണലി വിളിച്ചിട്ട് ഒന്നെങ്കിൽ മാപ്പ് പറയുക, അല്ലെങ്കിൽ ഒരു വോയിസ് ഇട്ട് കൊടുക്കുക. നീയൊക്കെ അത്രയെങ്കിലും ചെയ്യണം. പണം ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്ത് തോന്നിയാസം പാവപ്പെട്ടവരുടെ നെഞ്ചത്തോട്ട് കാണിക്കരുത്. അവരുടെ ഇന്ന് കാറും വിലയ്ക്ക് മേടിച്ച് പൈസയും കൊടുത്തില്ല, എന്നിട്ട് ഒരുമാതിരി തോന്നിയാസം കാണിക്കുമ്പോൾ ആലോചിച്ച് നോക്കി. അവൻ കാർ എടുത്തിട്ട് പോയെങ്കിൽ അവന്റെ അവകാശപ്പെട്ടുള്ള പൈസ തിരിച്ചു കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ്. ആ കാർ എടുത്തിട്ട് പോയിട്ടും 2 ദിവസം കഴിഞ്ഞിട്ട് അവൾ അറിയുന്ന കാറ് പോയെന്നുള്ള കാര്യം. അപ്പൊ അവിടെയൊക്കെ ഉത്തരവാദിത്തം എന്താണ്? അപ്പൊ അതാ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. കൊള്ളാം, ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോരാതിന് 6 പവന്റെ സ്വർണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുമ്പോൾ കേസിന്റെ രീതി പോകുന്നതും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ കൂടുതലായിട്ട് ചെയ്യുന്നില്ല, ഈ ഒരു വിഷയം ഞാൻ കറക്റ്റായിട്ട് പറയാണ്. ബൈ, ലവ് യു ഓൾ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, ലവ് യു.